ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവന്റെ ശബ്ദം നിങ്ങൾക്കായി. മരണനിഴലിൻ താഴ്വര അല്ലെങ്കിൽ കൂരിരുൾ താഴ്വര ഇടയനാൽ മാത്രം മറികടക്കാനാവൂ. സങ്കീർത്തനം 23:14. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ മരണനിഴലിൻ താഴ്വരയിൽ കൂടി എന്നാണ്. ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പേരിൽ ഒരു താഴ്വര പലസ്തീനിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇത് ഇടയന്മാർക്കും ആടുകൾക്കും ഒരുപോലെ അപായം പിണയുന്ന സ്ഥലമാണ്. പക്ഷെ ഇത് മറികടക്കാതെ യാതൊരു മാർഗവുമില്ല. ഈ താഴ്വര നമ്മുടെ കഷ്ടതയുടെ, പ്രതികൂലത്തിന്റെ പ്രതീകമാണ്. മരണനിഴലിൻ താഴ്വര ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ സാഹചര്യത്തെ കാണിക്കുന്നു, ഭയാനകമായ സ്ഥിതിയെ കാണിക്കുന്നു. കാരണം മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതം വളരെ ചെറുതാണ്. മരണം നിശ്ചയമാണ്. കാരണം പാപമാണ്, പരിഹാരം യേശുവാണ്. കൂരിരുൾ താഴ്വര ഒഴിവാക്കാനാകാത്തതാണ്, പ്രവചനാതീതമാണ്, നിഷ്പക്ഷമാണ്, താൽക്കാലികമാണ്, ഒരു ഉദ്ദേശത്തോടു കൂടിയതാണ്. ഇത് മരണനിഴലിൻ താഴ്വരയാണ്, മരണത്താഴ്വരയല്ല. നിഴൽ എപ്പോഴും ഏതിന്റെ നിഴലാണോ അത് ഉണ്ടാക്കുന്നത് അതിനേക്കാൾ വളരെ വലുതായിരിക്കും. ഭയം എപ്പോഴും യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ വലുതായിരിക്കും. നിഴൽ നിങ്ങൾക്ക് മാരകമായി തീരില്ല. ഒരു സൈക്കിൾ അടിച്ചാൽ നിങ്ങൾ വീണുപോകും, ചിലപ്പോൾ മരണവും സംഭവിക്കാം. പക്ഷേ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വലിയ ട്രക്കിന്റെ നിഴലിടിച്ചാലും നിങ്ങൾക്ക് ഒരു പരുക്കും പറ്റില്ല. നിഴലുണ്ടാക്കുന്നത് അവിടെ വെളിച്ചം ഉള്ളത് കൊണ്ടാണ്. മരണനിഴലിൻ താഴ്വര, കൂരിരുൾ താഴ്വര നമ്മളിൽ തന്നെ പ്രതിരോധം ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഇടയൻ കൂടെയുണ്ട്. മരണത്തെ ജയിച്ചവൻ, പ്രകാശമായവൻ കൂടെയുണ്ട്. ചേർത്ത് നിർത്തുന്ന വടിയുണ്ട്, ശത്രുവിനെ അകറ്റുവാൻ കോലുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഇടയന്റെ കൂടെ മുന്നേറാം. ദൈവം നമ്മളെ അധികമായി സഹായിക്കട്ടെ.